നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിൽ പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ച നരേന്ദ്രമോദി പിണറായി സർക്കാരിന് നൽകിയത് ചെറുതല്ലാത്ത മുന്നറിയിപ്പാണ്. സ്വർണ്ണക്കടത്തു കേസ് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ആ പറഞ്ഞത് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചൂണ്ടിയാണെന്നതിന് സംശയം ഏതുമില്ല. കേന്ദ്ര സർക്കാർ പദ്ധതികളെ കേന്ദ്രം അവഗണിക്കുകയാണ്. കേന്ദ്രം നൽകുന്ന പണത്തിന്റെ കണക്ക് ചോദിക്കാൻ പോലും പാടില്ല. ഇതാണ് കേന്ദ്രത്തിന്റെ നയം. നിർമ്മലാ സീതാരാമനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാനും നരേന്ദ്രമോദി മറന്നില്ല. സ്വർണ്ണക്കടത്ത് കേസ് ഓർമ്മിപ്പിച്ചത് ബോധപൂർവമാണെന്നതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ കുറച്ചു നാളുകളായി കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഒരു ശീതസമരം മറനീക്കി പുറത്തു വന്നതാണെന്ന് ഏവർക്കും അറിയാം. പ്രത്യേകിച്ച് ഹമാസ് വിഷയവുമായി ബന്ധപ്പെട്ട്, പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യം ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആ നിലപാടിന് വിരുദ്ധമായി പരസ്യമായി പ്രത്യക്ഷത്തിൽ വലിയ സംഗമങ്ങളും റാലികളും നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെത്തിയ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു എറണാകുളം പോലീസ്. അത് തന്നെ കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ച വിഷയമാണ്. പിന്നാലെ നടൻ സുരേഷ് ഗോപിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനുള്ള ശ്രമം നടത്തിയ സർക്കാർ, ആ സർക്കാരിനെ ഒന്ന് തോണ്ടുകയാണ് നരേന്ദ്രമോദി ചെയ്തത്. അതായത് സ്വർണ്ണക്കടത്തു കേസ് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്ന് കേന്ദ്രത്തിന് അറിയാം. അവിടെ നടന്നതൊക്കെ തന്നെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ആ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അല്ലാതെ BJP നേതാക്കളെ തോണ്ടാൻ വന്നാൽ സ്വർണ്ണക്കടത്തു കേസിൽ ഗൗരവമുള്ള അന്വേഷണം ഇനിയും ഉണ്ടാവും, പിടിച്ചകത്തിടുമെന്നുള്ള സൂചന തന്നെയാണ് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. കേരളത്തിലും ഇന്ത്യ സഖ്യമാണ്. ഇവരാണ് BJPയെ എല്ലായിടത്തും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നരേന്ദ്രമോദിയുടെ മറ്റൊരു ആരോപണമാണ് കേന്ദ്രത്തിൽ കോൺഗ്രസും CPM-ഉം എല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. കേരളത്തിലും ഇന്ത്യ മുന്നണിയാണ് മത്സരിക്കുന്നത്. ഇവർ അഡ്ജസ്റ്റ്മെന്റ് മത്സരം നടത്തുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഇവരുടെ ഏക ലക്ഷ്യം BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്, BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇവർ മുൻതൂക്കം നൽകുന്നത്. തൃശൂർ പൂരം വിവാദമുണ്ടാക്കിയത് ഇടതു സർക്കാരാണ്. അതുമാത്രവുമല്ല, പ്രധാനമന്ത്രി ക്രൈസ്തവ നേതാക്കൾക്ക്, ക്രൈസ്തവ പുരോഹിതന്മാർക്ക് വിരുന്നൊരുക്കിയത് വിവാദമാക്കിയതും ഇടതു സർക്കാരാണ്. അക്കാര്യവും എടുത്തു പറഞ്ഞു നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ. സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് തന്റെ പ്രസംഗത്തിലുടനീളം നരേന്ദ്രമോദി ഉന്നയിച്ചത്. സജി ചെറിയാൻ എന്ന മന്ത്രി പ്രധാനമന്ത്രിയുടെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്ത ക്രൈസ്തവ പുരോഹിതന്മാരെ അവഹേളിച്ച കാര്യം, അത് ഗൗരവത്തോടു കൂടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞത്. അമ്മമാരെ, സഹോദരിമാരെ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി തന്റെ പ്രസംഗം തുടങ്ങിയത്. പിന്നീട് സ്വതസിദ്ധമായ ശൈലിയിൽ കത്തിക്കയറുകയായിരുന്നു നരേന്ദ്രമോദി. തന്റെ ഭരണ നേട്ടങ്ങൾ, BJP സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം നടത്തിയത്. 10 ലക്ഷം പേർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിനായി തന്റെ സർക്കാർ നടത്തിയ ശ്രമങ്ങൾ, സൗജന്യ ഭവനങ്ങൾ, രാജ്യത്തുടനീളമുള്ള സ്ത്രീകളുടെ വികസനത്തിനും ക്ഷേമത്തിനുമായി നടത്തിയ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെയൊക്കെ തുരങ്കം വയ്ക്കുന്നത് ഇടതു വലത് മുന്നണികളടങ്ങിയ പ്രതിപക്ഷമാണ്. കേരളത്തിൽ അവർ ഒന്നാണ്. കേരളത്തിൽ അവർ ഒറ്റക്കെട്ടായി BJPയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. 11 കോടി കുടുംബങ്ങൾക്ക് കുടിവെള്ള പദ്ധതി, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്, സ്ത്രീകൾക്ക് പ്രത്യേക പ്രസവാവധി, സൈനിക സ്കൂളുകളിൽ പോലും പെൺകുട്ടികൾക്ക് സൗജന്യ പ്രവേശനം സാധ്യമാക്കി, ലോക്സഭയിലും നിയമസഭയിലും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചു, അമ്മമാർക്കും പെൺകുട്ടികൾക്കും അവസരങ്ങളുടെ കലവറ തുറന്നെടുക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. ഇത് നരേന്ദ്രമോദി ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഭാരതം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഘട്ടങ്ങളുണ്ട്. അതായത് തീരാ ദുരിതങ്ങൾ, പകർച്ചവ്യാധികൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്ത് നിരവധി പേരാണ് ജോലിക്കും പഠനത്തിനുമായി പോകുന്നത്. അവിടെയൊക്കെ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളിൽ വേദന അനുഭവിച്ചവർ അവരുടെ മാതാപിതാക്കളാണ്. അവിടെയൊക്കെ ഭാരത സർക്കാർ സഗൗരവം ഇടപെട്ടു. നഴ്സുമാരടക്കമുള്ളവർ
പഠനത്തിന് പോയി ആ യുദ്ധത്തിന്റെ ഇടയിൽ കുടുങ്ങിക്കിടന്നവർ അവരെയെല്ലാം സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിക്കാൻ പല ഘട്ടങ്ങളിലും ഇന്ത്യ സർക്കാരിനായി. അത് ശക്തമായ ഒരു സർക്കാർ ഇന്ത്യയിൽ ഭരണത്തിലുള്ളത് കൊണ്ട് മാത്രമാണ്. ഹൃദയത്തിൽ തുളച്ചു കയറുന്ന വാക്കുകളായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. കേരളത്തിലെ അമ്മമാരെ, സഹോദരിമാരെ, ഇത്രയും സ്ത്രീകൾ എന്നെ അനുഗ്രഹിക്കാൻ എത്തിയതിൽ ഞാൻ സന്തോഷവാനാണ്. കാശിയുടെ പാർലമെന്റ് അംഗമാണ് ഞാൻ. കാശി ഭഗവാൻ ശിവന്റെ മണ്ണാണ്. കാശി ഭഗവാൻ ശിവന്റെ മണ്ണാണ്. അവിടെ നിന്നും വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് എത്തിയത് അനുഗ്രഹമായി കാണുന്നു. കേരളക്കരയിലെ ചരിത്ര വനിതകളെയും അദ്ദേഹം എടുത്തു പറഞ്ഞു. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിലുള്ള പരിപാടിക്കായി എത്തിയ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തിയ ശേഷമാണ് വേദിയിലേക്ക് എത്തിയത്. സ്വരാജ് റൗണ്ട് മുതൽ നായ്ക്കനാൽ വരെ 1.5 കിലോമീറ്ററുള്ള റോഡ് ഷോയിൽ ആയിരങ്ങളെയാണ് മോദി അഭിസംബോധന ചെയ്തത്. തുടർന്ന് വേദിയിലെത്തിയ നരേന്ദ്രമോദി സദസ്സിനെ അഭിവാദ്യം ചെയ്തു. വേദിയിലുണ്ടായിരുന്ന അതിഥികളെ ഹസ്തദാനം ചെയ്തു. കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത്. വേദിയിലെ സ്ത്രീ സാന്നിധ്യമായിരുന്നു ഏറെ ശ്രദ്ധേയമായത്. മലയാളത്തിന്റെ അഭിമാനമായ നടി ശോഭന, ബീന കണ്ണൻ, അതുപോലെ PT ഉഷ, ഗായിക വൈക്കം വിജയലക്ഷ്മി അടക്കമുള്ള നിരവധി വനിതാ രത്നങ്ങൾ. ആ വനിതാ രത്നങ്ങൾ ആ വേദിയുടെ പകിട്ട് ഏകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമാണെങ്കിൽ കൂടി സംസ്ഥാന സർക്കാരിന് വലിയ താക്കീത് നൽകുകയാണ് ഈ പ്രസംഗത്തിലൂടെ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള പരോക്ഷമായ സൂചന പ്രധാനമന്ത്രി നൽകുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ BJP നേതാക്കൾക്കെതിരെ ആഭ്യന്തര വകുപ്പ് കയ്യിലുള്ള സംസ്ഥാന സർക്കാർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് എണ്ണി മറുപടി പറയുമെന്നുള്ള സൂചന നൽകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നിന്ന് മടങ്ങുന്നത്. അതിനപ്പുറം കേരളത്തിന്റെ മണ്ണിൽ BJPയുടെ തേരോട്ടം കുറിക്കാൻ വേണ്ടിയുള്ള വലിയ കർമ്മ പദ്ധതികൾക്ക് വിത്തുപാകിയാണ് പ്രധാനമന്ത്രി പോകുന്നത്. ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള ഇഴയെടുപ്പം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു. ഒപ്പം സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കുന്നു. അതിന്റെ തുടക്കമാണ് തൃശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ കുറിച്ചത്. അതിനൊപ്പം തൃശൂരിന്റെ മണ്ണിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന BJPയുടെ അഭിമാന താരത്തിന്റെ തെരഞ്ഞെടുപ്പിലുള്ള കാഹളം കൂടി മുഴക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി ദില്ലിയിലേക്ക് മടങ്ങുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ നേതാക്കൾക്ക്, ക്രൈസ്തവ പുരോഹിതർക്കൊക്കെ തന്നെ ഒരുക്കിയ വിരുന്നിനെ കുറിച്ച് അടുത്തിടെയാണ് കേരളത്തിലെ ഒരു മന്ത്രി തന്നെ വലിയ വിവാദപരമായ പരാമർശമുയർത്തിയത്. ക്രൈസ്തവ സഭ അതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി. ക്രൈസ്തവ സഭയുടെ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒടുവിൽ മാപ്പ് പറഞ്ഞ് തലയൂരിയെങ്കിലും ഈ വിഷയം കേന്ദ്ര BJP നേതൃത്വം അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എത്ര ഗൗരവത്തോട് കാണുന്നു എന്നുള്ളതാണ് ഇന്ന് ആ വിഷയത്തെ ഓർമ്മിപ്പിച്ചതിലൂടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ബിഷപ്പുമാർക്ക് നൽകിയ വിരുന്ന് സൽക്കാരത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ കൃത്യമായി അറിയാം. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരത്തെ അലങ്കാരപ്പെടുത്താനുള്ള നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാം. സംസ്ഥാനത്തെ പിണറായി സർക്കാർ നടത്തുന്ന കുടില നീക്കങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരമുണ്ട്. ഇതൊന്നും അറിയാതെയല്ല കേന്ദ്ര സർക്കാർ ഭരണം നടത്തുന്നതെന്നുള്ള സൂചന തന്നെയാണ് സംസ്ഥാനത്തെ ഭരണ നേതൃത്വത്തിന് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ ഗൗരവമുള്ള ഇടപെടലുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കേരളത്തിൽ നിരന്തരമായ ഇടപെടൽ നടത്താനുള്ള നീക്കം കേന്ദ്രം നടത്തുമെന്നുള്ള സൂചന BJP നടത്തുന്നു. ഏറ്റവും അവസാനമായി പറയുന്നത്, ഈ സ്വർണ്ണക്കടത്ത് കേസ് ഏത് ഓഫീസുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, അത് കേന്ദ്രത്തിനും അറിയാം. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ മറന്നിട്ടില്ല ഉള്ള സൂചനയാണ് പ്രധാനമന്ത്രി നൽകുന്നത്.